ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ്. അടിയന്തരമായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ്. അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല. ഗവൺമെൻറ് മുരടിച്ചു പോയി. ഒന്നാം BJP ഗവൺമെൻറ്റിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെൻറ്റിൻ്റെ അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് തന്നെ ഇല്ല. ഇതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉന്തിത്തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാൽ അറിയാം.